Good morning everyone. Today we will discuss about note taking to part 8. Okay. എന്താണ് നോട്ട് ടേക്കിംഗ് എന്നുള്ളത് നമ്മൾ ബ്ലോക്കിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ബ്ലോക്കിൽ പഠിച്ചതാണ് നോട്ട് ടേക്കിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്തിനാണ് നോട്ട് ടേക്കിംഗ് നടത്തുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താ നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാസേജിൽ അല്ലെങ്കിൽ നമുക്കൊരു ഒറേറ്റർ എടുക്കുന്ന കിട്ടിയത് അല്ലെങ്കിൽ ഒരു സ്പീക്കർ എടുക്കുന്നത് കിട്ടിയത് നമ്മളൊരു സംസാരിക്കുന്ന ഒരു വ്യക്തിൻ്റെ എടുക്കുന്ന കിട്ടിയത് നമുക്ക് മനസ്സിലെങ്കിൽ പാസേജ് വായിച്ചാൽ ഒരു ലെറ്ററിനെ വായിച്ചാൽ നമുക്കത് കൂടുതൽ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി നമ്മളത് എവിടെയെങ്കിലും രേഖപ്പെടുത്തും. അതിന് തന്നെ ഒരു സ്ട്രക്ചറുണ്ട്. ഹെഡിങ്, മെയിൻ പോയിന്റ്, ടോപ്പിക് പോയിന്റ്, അങ്ങനെ ഇതിന് ഒരു ഇത് വൈസായിട്ട് അതിൻ്റെ സ്ട്രക്ചറിൽ നോട്ട് ടേക്കിംഗ് നടത്തുന്നത് നമ്മൾ പഠിച്ചതാണ്. ആ നോട്ട് ടേക്കിങ്ങിൽ തന്നെ രണ്ടാമത്തെ പാർട്ടാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നോട്ട് ടേക്കിങ്ങിൽ നമ്മൾ പാസേജ് വൈസിൽ നമ്മൾ പഠിച്ചതാണ്. അത് പോയിന്റ് വൈസിൽ മെയിൻ പോയിന്റ്, സബ് പോയിന്റ്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ടേക്കിംഗ് ആണ്. ഈ നോട്ട് ടേക്കിങ്ങിൽ ഓർഗനൈസേഷൻ ഓഫ് നോട്ട്സ് ആണ് അടുത്ത്. അത് നമ്മൾ ചെയ്യുന്ന ഈ പാസേജിൽ നമുക്കൊരു ഓർഗനൈസേഷൻ വേണം വേണ്ടേ. അപ്പോൾ ആ ഓർഗനൈസേഷൻ വേണമെങ്കിൽ നമുക്ക് അതിനൊരു ചില മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് നോട്ട്സിൽ പ്രധാനമായിട്ടും പറയുന്നത് ടേബിളിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പാസേജ് വായിച്ച് നമുക്കൊരു പാസേജിൽ ഒരു ഇന്ത്യൻ്റെ കൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു പാസേജിൽ വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതും അതൊരു ടേബിളിൽ കാണിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും രണ്ടും രണ്ട് തരത്തിലാണ് വരിക. ഇപ്പം ഇന്ത്യൻ്റെ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടാണ് നമുക്കൊരു പാസേജ് വായിക്കാനുണ്ടെങ്കിൽ നമുക്കതൊരു ടേബിൾ വൈസായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഇന്ത്യയിലേക്ക് ഇതിപ്പം പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി ആൻഡ് കൺട്രീസ്, ഇതൊരു ടേബിൾ വൈസായിട്ട് ഞാൻ ചെയ്യുന്നത്. എന്താണ് ഒരു പാസേജ് നമുക്ക് എങ്ങനെ ഒരു ടേബിൾ വൈസായിട്ട് അത് നമ്മൾ എക്സസൈസിലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പം കോക്കനട്ട് ഓയിൽ ഞാൻ ചുരുക്കി എഴുതുകയാണ്, നിങ്ങൾ മനസ്സിലാക്കിയത്. കോക്കനട്ട് ഓയിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയും എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ എഴുതുകയാണ്. ഓക്കെ, അതെവിടെയാണ് കൺട്രി ഏതായിരിക്കും? നമ്മൾ സൗത്ത് ഇന്ത്യൻസ് അല്ലേ, ഇന്ത്യൻസ്. പിന്നെ സീസം ഓയിൽ, പിന്നെ ഗ്രൗണ്ട് നട്ട് ഓയിൽ. ഇങ്ങനെ ഒരു 3 എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 15 ഇരിക്കട്ടെ, ഒരു 16 ആയിക്കോട്ടെ, 26 ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ കൺട്രീസ് എന്ന് പറയുന്നത് ഇത് നോർത്തേൺ സ്റ്റേറ്റ്സിലാണ് വരുന്നത്. ഇത് മിക്സഡ് ഇതിൽ വരുന്നത് ഗ്രൗണ്ട് നട്ട് നോർത്തിലും സൗത്തിലും തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഇതൊരു പാസേജായിട്ട് നമ്മളെ എക്സസൈസിൽ തന്നിട്ടുണ്ട്. അത് നമുക്കൊരു ടേബിൾ വൈസായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നത് ഇതാക്കിയെടുക്കാൻ പറ്റും. അതിനെയാണ് ഇത് നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ. അപ്പം പാസേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു നോട്ട്സിൽ ടേബിളിൽ ചെയ്യുമ്പോൾ നമുക്കതിനൊരു ഓർഗനൈസേഷൻ കാണാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ഇതാ അതിൽ തന്നെയുള്ള ഫ്ലോ ചാർട്ട് വരുന്നുണ്ട്, ട്രീ ചാർട്ട് വരുന്നുണ്ട്, അതിൻ്റെ അത് ഡയഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഫോട്ടോസിന്തസിസ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് എടുക്കുമ്പോഴേ എന്താ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിച്ചതല്ലേ, മുൻ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൽ നമുക്കൊരു ചാർട്ട് ഉണ്ട് ഇല്ലേ. ഏതിൽ നിന്നാണ് വരിക? സണ്ണിൽ നിന്ന് സൺലൈറ്റ് അല്ലേ, പിന്നെ സൺലൈറ്റിൽ നിന്ന് എനർജി, പിന്നെ പ്ലാന്റ്സ്, ഓക്സിജൻ. ഇവിടെ നിന്ന് പ്ലാന്റ്സിൽ നിന്ന് എന്താവും? ക്ലോറോഫിൽ ആവും. എന്നിട്ട് അത് മിക്സഡ് ആയിട്ടാണ് എന്താവുക? ഓക്സിജനും ഹൈഡ്രജനും. പിന്നെ അത് അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിലേക്ക് പോയിട്ട് എന്താവും? അവിടെ നിന്ന് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് തിരിച്ചു വരും. ഇങ്ങനെയാണ് നമ്മളെ ഈ സണ്ണിൻ്റെ ഫോട്ടോസിന്തസിസിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്കൊരു ഫ്ലോ ചാർട്ട് വൈസായിട്ട് ചെയ്യുമ്പോൾ ഒരു പാസേജിനേക്കാളും അതിൽ നിന്ന് മെയിൻ പോയിന്റുകൾ എടുത്തിട്ട് നമുക്കൊരു ചാർട്ട് വൈസായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ നമ്മൾ ഇതിനെ നോട്ടിന് കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പം നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫറൻസ് ഇപ്പോൾ നമുക്കൊരു ഡിഫറൻസ് ആണ് അറിയേണ്ടതെങ്കിൽ, രണ്ട് കൺട്രീൻ്റെ ഡിഫറൻസ് ആണ് അറിയുന്നത്, നമുക്കൊരു ടേബിൾ ചാർട്ടിൽ കഴിയും. ഒരു ഫോട്ടോസിന്തസിൻ്റെ ചാർട്ട് വരയ്ക്കണം, അതിൽ പറ്റിയാണ് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ യൂസ്ഫുൾ ആയിട്ടുള്ള ഡയഗ്രാംസും ടേബിൾസിലൂടെയും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഒരു ഡയഗ്രാം എന്ന് വെച്ചാൽ വരെ ഇപ്പോഴത്തെ നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ട്രോപ്പോസ്ഫിയർ എത്ര മൈല? 10
50 അറ്റ്മോസ്ഫിയർ. അയണോസ്ഫിയറൊക്കെ മുകളിലാണ് വരിക. ഓക്കെ, അയണോസ്ഫിയർ ഇതൊരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ടേബിൾ ചാർട്ടായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇതിൽ നമ്മളിതിൽ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഫ്ലോ ചാർട്ടുകളിലും ഡയഗ്രാംസിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ട്രീ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഈ ട്രീ ചാർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു വെഹിക്കിൾസിൻ്റെ തന്നെ എടുക്കാം, ട്രാൻസ്പോർട്ടിൻ്റെ തന്നെ എടുക്കാം. ഇപ്പോൾ ട്രാൻസ്പോർട്ട് മേഖലയിൽ മൊത്തത്തിലെടുക്കാം. ട്രാൻസ്പോർട്ടിൽ തന്നെ ഒരു ട്രീ ചാർട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ട്രീക്ക് കുറേ ശാഖകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ട്രീ ചാർട്ട് വാട്ടർ ഉണ്ട്, എയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് വാട്ടറിൻ്റെ ഇത് ഷിപ്പ്, അങ്ങനെയുള്ളത് എയറിൻ്റെത്, മറ്റ് വെഹിക്കിൾസ്, അതൊക്കെ ഒരു ട്രീ ചാർട്ട് പോലെ നമുക്ക് വരച്ചിട്ട് ട്രാൻസ്പോർട്ടിൻ്റെത് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നോട്ട് ടേക്കിങ്ങിൽ നമ്മളെ കൂടുതൽ ഡിഫറൻസസ് മനസ്സിലാക്കാനും കൂടുതൽ ഇതാക്കി എടുക്കുക, ഓർഗനൈസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടേബിൾസ് ആൻഡ് ഡയഗ്രാംസ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ റൈറ്റിംഗ് റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ എന്താണ് നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ. നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാസേജ് അല്ലെങ്കിൽ ഒരു ഡിഫറൻസസ് മനസ്സിലാക്കാനും പറ്റുന്ന തരത്തിൽ നമ്മുടെ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഏതിലൂടെ കഴിയും, ഒരു നോട്ട് ടേക്കിങ്ങിൻ്റെ ഡയഗ്രാംസിലൂടെയും ചാർട്ടിലൂടെയും നമുക്ക് സാധ്യമാവും. നെക്സ്റ്റ് യൂണിറ്റാണ് റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരിക്കൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ റിപ്പോർട്ടിങ് ഒരു മീറ്റിംഗ് ചെയ്യുന്നതിന് ഒരു പഞ്ചായത്തിൻ്റെ തന്നെ ഒരു മീറ്റിംഗ് നടത്തണം എന്ന് പറയുന്നതെന്ന് വിചാരിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു മാറ്റർ വന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യില്ലേ. ആദ്യം നമുക്ക് എന്ത് വേണം, ഒരു നെയിം ഉണ്ടാവും, എവിടെ വെച്ച് എന്തിനെ കുറിച്ചിട്ടുള്ള മീറ്റിംഗാണ് നടത്തുന്നത്, എന്താണ് അതിൽ അവതരിപ്പിക്കേണ്ടത്, അതൊരു വിഷയം ഉണ്ടാവും, അതൊരു അജണ്ടയായിട്ട് വെക്കേണ്ടി. പിന്നെ അതിൻ്റെ സ്ഥലം ഉണ്ടാവും, പിന്നെ അതിൻ്റെ സമയം ഉണ്ടാവും, പിന്നെ എന്തിനെക്കുറിച്ചിട്ടാണോ നടത്തപ്പെടുന്നത് അതിനൊരു ബ്രീഫിലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഈ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏത് വേണം, ഒരു റൈറ്റിംഗ് റിപ്പോർട്ട്സിൽ വേണം. അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് സ്പീച്ചാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് വെച്ചു, ആ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വെച്ചെങ്കിൽ അതിൽ ആര് അവതരണം നടത്തണം, അവരാരാണ് അതിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ ഒരു വിഷയം തന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയം ആരാണ് സംസാരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും അത് നമ്മൾ ചെയ്യും, ഈ റിപ്പോർട്ട് അവതരണത്തിൽ ചെയ്യും. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ സ്പീക്കർ. ആരാണ് ഇപ്പോൾ അതിൻ്റെ അധ്യക്ഷനാവേണ്ടത്, അല്ലെങ്കിൽ അത് ആരാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ സ്പീക്കർ, പിന്നെ ഒക്കേഷൻ ആൻഡ് ദ സ്പീച്ച്. നമ്മൾ എന്താണോ അവതരിപ്പിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അജണ്ടയും ഏതിലുണ്ടാവും, ഈ റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ അതിൻ്റെ ടൈമും പ്ലേസും. അതാണ് റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ടൻറ്റ്, ഒരു മാനുവലായിട്ട്, റിപ്പോർട്ടിംഗ് അവതരണത്തിൻ്റെ ഒരു മാനുവലാണ് റൈറ്റിംഗ് റിപ്പോർട്ടിലുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സമ്മറിയാണ്. സമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, നമ്മൾ ഏത് പാസേജ് എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ സമ്മറീസ് ഉണ്ടാവും അല്ലേ. ആ സമ്മറീസിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് പാസേജിനെ കുറിച്ചിട്ടും എസ്സേസിനെ കുറിച്ചും നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പറയുമ്പോഴേ ഈ സമ്മറിയിൽ എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് ഉണ്ടാവും, അതിൻ്റെ മെയിൻ പോയിൻ്റ് മാത്രമേ നമുക്ക് എടുക്കാനുണ്ടാവും ഇല്ലേ. അതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു മെയിൻ ടോപ്പിക് ഉണ്ടാവും, അതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയിട്ടുണ്ടാവും, പിന്നെ
അതിൽ വേണ്ടുന്ന കാര്യങ്ങൾ മെറിറ്റും അതിൻ്റെ ഡീമെറിറ്റും ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിലുണ്ടാവും? സമ്മറിയിലുണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ, ഒരു അനാലിസിസ് ഉണ്ടെങ്കിൽ അതും ഏതിൽ ചെയ്യാൻ പറ്റും? ഈ സമ്മറൈസിൽ ചെയ്യാൻ പറ്റും. അപ്പം സമ്മറി എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള, അതായത് നമ്മൾ ഏത് പാസേജാണോ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണോ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? ഒന്നും കൂടി ചുരുക്കി അവഗാഹം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സമ്മറൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഇങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ സമ്മറൈസ് ഇങ്ങനെ 3 ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അതായത് സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട്. അതിൻ്റെ കൺക്ലൂഷനാണ് പറയുന്നത്. ഏത്? സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ ഓഫ് മാറ്ററാണ് പറയുന്നത്. പിന്നെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെയാണ്? ഐഡൻറ്റിഫിക്കേഷൻ, ഇത് ടോട്ടലായിട്ടുള്ള അതിൻ്റെ കൺക്ലൂഷനും കൂടിയാണ് ഇതിൽ വരുന്നത്, സമ്മറൈസിൽ വരുന്നത്. അപ്പോൾ ഇന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നോട്ട് ടേക്കിങ്, പിന്നെ റൈറ്റിംഗ് റിപ്പോർട്ട്, ആൻഡ് സമ്മറൈസ്. ഇത് 3 പറഞ്ഞത്. അപ്പോൾ നോട്ട് ടേക്കിങ് സെക്കൻഡാണ്, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡാണ് പറയുന്നത്. അത് നോട്ട് ടേക്കിങ് ഫസ്റ്റ് സെക്കൻഡിൽ ഏതൊക്കെയാണ് വരുന്നത്? ടേബിൾസും ഡയഗ്രാംസും. നമ്മൾ പാസേജ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള മെയിൻ കാര്യങ്ങൾ നമുക്കൊരു ടേബിളിലൂടെ, ഒരു ഡയഗ്രത്തിലൂടെ, ഒരു ചാർട്ടിലൂടെ, ആ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഫ്ലോ ചാർട്ടാവാം, ട്രീ ചാർട്ടാവാം, അങ്ങനെയുള്ള ആ ചാർട്ടുകളിലൂടെ നമുക്ക് നമ്മുടെ മാറ്റർ അവതരിപ്പിച്ച് കൂടുതൽ നമുക്കത് മനസ്സിൽ ഒന്നും കൂടെ അത് ഗ്രാസ്പാക്കി എടുക്കാനും കൂടുതൽ അവതരണാത്മകമായിട്ട് ഇതാക്കാനും ഏതിന് കഴിയും? നോട്ട് ടേക്കിങ്ങിന് കഴിയും. അപ്പോൾ അതിൻ്റെ ചാർട്ടുകൾ അതൊക്കെ എക്സാമ്പിൾ സഹിതം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ റൈറ്റിംഗ് റിപ്പോർട്ടാണ്. റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അവതരണം, ആ പരിപാടി എങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടു നടക്കണം. ഇപ്പം പാർലമെൻറ്റിൽ സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ, പാർലമെൻറ്റിൽ അങ്ങനെയുള്ള കോൺഫറൻസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു റൈറ്റിംഗ് റിപ്പോർട്ട് അവതരിപ്പിക്കും. അതെ, പാർലമെൻറ്റിൽ എല്ലാ മന്ത്രിമാരെയും മിനിസ്റ്റേഴ്സിനെയും കൊണ്ടുപോകണം, അല്ല മറ്റേ അതിൽ ആരൊക്കെ പങ്കെടുക്കണം, എന്തിനെയൊക്കെ പങ്കെടുപ്പിക്കണം, അല്ല എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൈറ്റിംഗ് റിപ്പോർട്ടിൽ അവതരിപ്പിക്കും. അത് പാർലമെൻ്റ് കോൺഫറൻസ് ഇതിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടൈം, അതിൻ്റെ അജണ്ട, അതിൽ ഇത്ര അംഗങ്ങൾ അവതരിപ്പിക്കണം, അതിലെ സ്പീക്കർ ആരായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ നമ്മളിപ്പോൾ ആ പാർലമെൻ്റ് കോൺഫറൻസിൽ നടക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കൃത്യമായ ഓർഗനൈസേഷൻ ഉള്ളതായിരിക്കും റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സമ്മറിയാണ്. അത് തന്നിരിക്കുന്ന പാസേജിനെ മൊത്തത്തിൽ ഫുൾ ആയിട്ടും കവർ ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ എല്ലാ ഏരിയയിലും അത് ഏതൊക്കെ തരത്തിലുള്ള അതിൻ്റെ കൺക്ലൂഷനാണ് ഇതിൽ വരുന്നത്? സമ്മറീസിൽ വരുന്നത്. പിന്നെ ഓക്കെ.